കളിച്ച് തളർന്ന പൂച്ചക്കുഞ്ഞ് പാല് കുടിക്കാൻ പാത്രത്തിനടുത്തേക്ക് ചെന്നപ്പോഴാണ് വരിവെച്ച് പോകുന്ന കുറേ ഉറുമ്പുകളെ കണ്ടത്. കറുത്ത നിറമുള്ള കുറേ കുഞ്ഞൻ ഉറുമ്പുകൾ. വീണ് കിടന്ന ബിസ്ക്കറ്റ് തുണ്ടുകൾ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു ഈ ഉറുമ്പുകൾ. പൂച്ചക്കുഞ്ഞിനെ കണ്ടപ്പോൾ അതിലൊരു ഉറുമ്പ് അടുത്തേക്ക് വന്നു. നീ ഞങ്ങളുടെ വഴി തടഞ്ഞാണ് നിൽക്കുന്നത്, മാറി നിൽക്കൂ, ഞങ്ങൾ അങ്ങ് പൊക്കോട്ടെ. അപ്പോഴാണ് ഉറുമ്പുകൾ നടന്നു പോകുന്ന വഴിയിലാണ് താൻ നിൽക്കുന്നതെന്ന് പൂച്ചക്കുഞ്ഞിന് മനസ്സിലായത്. പൂച്ചക്കുഞ്ഞ് പിറകിലേക്ക് മാറി. അയ്യോ, ക്ഷമിക്കണേ ഉറുമ്പേ, ഞാൻ അറിയാതെ നിന്നതാണ് കേട്ടോ. അത് സാരമില്ല. ഉറുമ്പുകൾ ചിരിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ബിസ്ക്കറ്റ് തുണ്ടുകളുമായി വരിവരിയായി നടന്നുപോയി. മുന്നോട്ട് പോകുന്ന ഉറുമ്പുകളും എതിരെ വരുന്ന ഉറുമ്പുകളും പരസ്പരം എന്തോ രഹസ്യം പറയുന്നുണ്ട്. എന്തായിരിക്കും ആ രഹസ്യം? എന്താവും അവർ പരസ്പരം പറയുന്നത്? പൂച്ചക്കുഞ്ഞ് ആലോചിച്ചു. ഉറുമ്പുകൾ ബിസ്ക്കറ്റ് തുണ്ടുകളുമായി പോയ ശേഷം പൂച്ചക്കുഞ്ഞ് പാല് കുടിക്കാനായി പാത്രത്തിനടുത്തേക്ക് ചെന്നു. അപ്പോൾ അതാ അവിടെ ഒറ്റയ്ക്കൊരു ചുവന്ന കുഞ്ഞൻ ഉറുമ്പ് നിൽക്കുന്നു. ബിസ്ക്കറ്റ് തുണ്ടുകളെല്ലാം കറുത്ത ഉറുമ്പുകൾ കൊണ്ടുപോയി കഴിഞ്ഞല്ലോ. പാവം ചുവന്ന ഉറുമ്പ്. ഒരു ബിസ്ക്കറ്റ് തുണ്ട് പോലും കിട്ടിയില്ല. നിനക്ക് ബിസ്ക്കറ്റ് കിട്ടിയില്ലേ ഉറുമ്പേ എന്ന് ചോദിക്കാനായി പൂച്ചക്കുഞ്ഞ് അതിൻ്റെ അടുത്തേക്ക് ചെന്നു. അടുത്ത് ചെന്നപ്പോൾ ആ ചുവന്ന ഉറുമ്പ് പൂച്ചക്കുഞ്ഞിൻ്റെ മൂക്കിൽ തന്നെ നല്ലൊരു കടി കൊടുത്തു. വേദന എടുത്തപ്പോൾ പൂച്ചക്കുഞ്ഞ് അയ്യോ എന്റെ മൂക്കേ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി. എല്ലാം കണ്ട് ചിരിച്ചുകൊണ്ടിരുന്ന പട്ടിക്കുട്ടി പറഞ്ഞു, പൂച്ചക്കുഞ്ഞെ സൂക്ഷിക്കണം, കറുത്ത ഉറുമ്പുകൾ കടിക്കില്ല, പക്ഷെ ചുവന്ന ഉറുമ്പ് കടിക്കും. മനസ്സിലായോ പൂച്ചക്കുഞ്ഞെ? ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. കറുത്ത ഉറുമ്പുകൾ കടിക്കേയില്ല, അവ പാവം ഉറുമ്പുകളാണ്. പക്ഷെ ചുവന്ന ഉറുമ്പുകളാകട്ടെ, അവർ കടിക്കും. നിനക്കിപ്പോ ആ കടിയുടെ വേദന മനസ്സിലായോ? അതുകൊണ്ട് സൂക്ഷിക്കണം.